പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അറേബ്യൻ റൈസ് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് 6 തരം വെറൈറ്റി അറേബ്യൻ റൈസ് റെസിപ്പികളാണ്. 2 ദിവസം മുമ്പ് 4 തരം ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള 6 തരം അറേബ്യൻ റൈസ് റെസിപ്പികളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബീഫ് വെച്ചിട്ടുള്ള 4 തരം അറേബ്യൻ റൈസ് റെസിപ്പികളും അതുപോലെ ചിക്കൻ വെച്ചിട്ട് 2 തരം അറേബ്യൻ റൈസ് റെസിപ്പികളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും ഉപയോഗിക്കാം. കുറച്ച് കൂടുതൽ റെസിപ്പി ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടു നോക്കുക. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പികളാണ്. ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 6 തരം അറേബ്യൻ റൈസ് റെസിപ്പികൾ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് കുതിർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബസുമതിയുടെ വൈറ്റ് സെല്ല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്തിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിലോട്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തിട്ട് കൊടുത്താൽ മതിയാവും. എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ശേഷം മന്തി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഒന്നിന് മേലെ ഒന്ന് തട്ടാത്ത വിധത്തിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് മന്തി മസാലയാണ് ചേർക്കേണ്ടത്. ഹോം മെയ്ഡ് മന്തി മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഹെൽത്തി അല്ലാത്തത് കാരണം ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിതിൽ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് കൈവച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാഗി ക്യൂബിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും കൂടി ആവുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടാവും. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നന്നായിരിക്കും. ഈ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് കുതിർത്തി വെച്ചിട്ട് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഈ റൈസ് നമ്മൾ ഗീ റൈസ് പോലെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, കൂടുതൽ വെള്ളം വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം കൂടുതലായിട്ട് തന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം.
ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 കഷ്ണം, ചെറിയ 3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു ഡ്രൈ ലെമൺ, അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു മാഗി ക്യൂബ് ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസാണ്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ റൈസിലോട്ട് വേറെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ടൊമാറ്റോയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. അതാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മന്തി എന്ന് പറഞ്ഞത്. ഇത് കൂടി ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും മന്തിക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. റൈസ് മുഴുവനും ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 90% വരെ കുക്കായി കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ചിക്കന് മുകളിലിട്ടിട്ട് ദം ചെയ്യുമ്പോൾ വെന്തോളും. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോഴേക്കും 1 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇത് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. അടുപ്പിലോട്ട് മാറ്റുമ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇതിൽ അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യാം. നമ്മളാകെ ഓയിൽ ചേർക്കുന്നത് ഈ ചിക്കനിൽ മാത്രമാണ്. റൈസിൽ നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു ഭാഗം ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മറ്റേ വശവും ഇതുപോലെ ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതുപോലെ 1-2 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മളിത് കുക്ക് ചെയ്യാതെ എടുത്ത ചിക്കനാണ്. അപ്പം നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും റൈസ് ഇവിടെ നന്നായിട്ടൊരു 90% കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. കണ്ടോ, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ റൈസ് മുഴുവനും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അധികമായിട്ട് വെന്ത് പോയിട്ടൊന്നുമില്ല. അതേസമയം തന്നെ നമ്മുടെ ചിക്കനും ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു സ്മോക്കി ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഒരു ചിരട്ട കത്തിച്ചിട്ട് കനലാക്കിയെടുക്കാം. ഇതിന് പകരമായിട്ട് ചാർക്കോൾ വേണമെങ്കിൽ അതും കത്തിച്ചെടുക്കാം. ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ച റൈസ് ചിക്കന് മുകളിലായിട്ട് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2-3 പച്ചമുളക് സൈഡിലായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ആ ഡ്രൈ ലെമൺ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാം. മന്തിക്ക് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ കത്തിച്ച് കനലാക്കി വെച്ച ചിരട്ടയുണ്ടല്ലോ, അതൊരു സ്റ്റീൽ പ്ലേറ്റിലാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും. ഈ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. പുകയൊന്നും പുറത്ത് കടക്കാത്ത വിധത്തിൽ 15 മിനിറ്റ് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം.
അപ്പോഴേക്കും ഇതിനൊരു സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ ചട്നി തയ്യാറാക്കിയെടുക്കാം. സലാറ്റ ഹറ എന്നാണ് ഈ ടൊമാറ്റോ ചട്നിയുടെ പേര്. ഇതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണിത്. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേസമയം നമ്മുടെ റൈസിൻ്റെ പുകയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നും നമ്മൾ കത്തിച്ച് വെച്ച ഈ ചിരട്ട നമുക്ക് മാറ്റാം. ശേഷം മുകളിലുള്ള റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. കാരണം അടിയിലാണ് നമ്മുടെ ചിക്കനൊക്കെ കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മുകളിൽ നിന്നും റൈസ് ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇനി ചിക്കന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുത്തു വെക്കാം. അതിനുശേഷം മുഴുവൻ റൈസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ മസാലകളും ഓയിലൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പെരുന്നാളിന് തയ്യാറാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി മന്തി സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് ചിക്കനും 2-3 പച്ചമുളകും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ റെസിപ്പിയിലോട്ട് പോയാലോ. അറബിക് റൈസ് റെസിപ്പി ആയിട്ടുള്ള സുർബിയൻ റൈസാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. മന്തിയും കബ്സയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. കൂടാതെ എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വാർത്തിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ വരെ പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് കുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വരെ പൊടിക്കാത്ത മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത മല്ലി കയ്യിലില്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 3 ഏലക്കായ, 3 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 5-6 ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അറബിക് മസാല കയ്യിലില്ലെങ്കിൽ മന്തി മസാലയോ കബ്സ മസാലയോ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 തക്കാളിയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം.
മന്തിയും കബ്സയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തക്കാളി അരച്ച മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 or 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കരുത്, കാരണം വിസിൽ വരുന്ന സമയത്ത് അതൊക്കെ തുളുമ്പി താഴെ പോവും. ബീഫ് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 3 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ പ്രീതി സോഡിയാക് മിക്സർ ഗ്രൈൻഡറിലാണ് സവാള കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ അൺബോക്സിങ് വീഡിയോയും യൂസേജും ഞാൻ ഇതിനു മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധിക പേർക്കും ഈ ഒരു മിക്സർ ഗ്രൈൻഡർ അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടായിയിലോട്ട് ഞാൻ ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് സവാള കുറേശ്ശെയായി ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സവാള ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഗോൾഡൻ കളറായിട്ട് തന്നെ എടുക്കുക, അധികം ബ്രൗൺ കളർ ആവരുത്. അങ്ങനെയാകുമ്പോൾ റൈസിന് ഒരു ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തന്നെ ഇത് ഓയിലിൽ നിന്നും നമ്മൾ കോരി മാറ്റണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസിനാണ് ഈ ഒരു സോർബിയൻ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുള്ള അളവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. 2 കപ്പ് ബസുമതി റൈസ് എടുക്കുമ്പോൾ 3 സവാളയാണ് എടുക്കേണ്ടത്. നിങ്ങൾ 1 കിലോഗ്രാം അരിയാണ് എടുക്കുന്നതെങ്കിൽ 6 സവാള ഫ്രൈ ചെയ്തെടുക്കണം. അത് കറക്റ്റായിട്ടുള്ള അളവാണ്, അതിൽ കുറക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സവാള കൂടി ഇട്ടിട്ട് ഇതുകൂടി നമുക്ക് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതും ഓയിലിൽ നിന്നും കോരി മാറ്റാണ്. സവാള ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിലെടുക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിലെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഓയിൽ വേസ്റ്റായി പോവും. അപ്പോൾ സവാള മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓയിലിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കടായിൽ തന്നെയാണ് ഞാൻ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ റൈസ് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ കൂടുതലായിട്ട് ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ടൊരു 4-5 ഗ്രാമ്പു, 2 ബേ ലീഫ്, അതുപോലെ തന്നെ 2-3 ഏലക്കായ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് 20 മിനിറ്റ് കുതിർത്തി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബസുമതിയുടെ വൈറ്റ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ മന്തിക്കൊക്കെ എടുക്കുന്ന ഗോൾഡൻ സെല്ല റൈസാണ് എടുക്കുന്നതെങ്കിൽ ഒരു 40 മിനിറ്റെങ്കിലും കുതിർത്തി വെക്കുക, കാരണം ഗോൾഡൻ സെല്ല റൈസിന് വേവ് കൂടുതലായിരിക്കും. ഇതിവിടെ 20 മിനിറ്റ് മാത്രമാണ് കുതിർത്തി വെച്ചത്. ഇനി നമുക്കിത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഇതൊരു 90% വരെ കുക്കായി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അതിലുള്ള എയറൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഏകദേശം കുറച്ച് വെള്ളം കൂടുതലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാണ്ട് ആ ഒരു സമയത്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളൂ.
ആദ്യമായിട്ട് നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു പകുതി ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. സാധാരണയായിട്ട് ഈ ഒരു റൈസിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയാണ്. ഇതിൻ്റെ ഒരു 1/3 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 2 ഭാഗം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ ബ്രൗൺ കളർ ആവരുത്. അങ്ങനെയാകുമ്പോൾ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരെ വേവിച്ചെടുക്കാം. കാരണം ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം ഞാനിത് അടച്ച് വെച്ച് വീണ്ടും 1 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് ഒരു 90% വരെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്നും റൈസ് ഒന്ന് ഊറ്റിയെടുക്കണം. റൈസ് മുഴുവനായിട്ടും ഞാനിവിടെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതേ സമയം 1 വിസിലിന് ശേഷം പ്രഷർ കുക്കർ വീണ്ടും ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളവും ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ട് വന്നോളും. ഇനി ഈ ഒരു മസാല നമ്മൾ റൈസ് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കടായിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് റൈസ് ഒന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കണം. 90% മാത്രം നമ്മൾ റൈസ് കുക്കാക്കി എടുത്താൽ മതി എന്ന് പറയുന്നത്. ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5-6 മിനിറ്റ് ആവിയിൽ വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുക്കാക്കി എടുക്കും. അപ്പോൾ പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പകുതി സവാള ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും ഈ ഒരു ബേ ലീഫ് ഞാൻ എടുത്തു മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ആവശ്യമില്ല. അപ്പോൾ റൈസ് മുഴുവനായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പിന്നീട് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കാര്യമായിട്ട് ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള മല്ലിയിലയും ഫ്രൈ ചെയ്തെടുത്ത സവാള കൂടി മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. മസാലയിലോട്ട് ഒട്ടും തന്നെ വെള്ളമില്ലെങ്കിൽ നമ്മൾ ആവി കയറ്റി എടുക്കുന്ന സമയത്ത് അടിയിലായിട്ടൊരു പഴയ പാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പോ വെച്ച് കൊടുത്തിട്ട് വേണം ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ പാത്രമൊന്നും അടിയിലായിട്ട് വെച്ച് കൊടുത്തില്ല. അങ്ങനെ 5-6 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു റൈസ് മന്തിയും കബ്സയൊക്കെ പോലെ തന്നെ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അടിയിലായിട്ടാണ് ബീഫും മസാലയൊക്കെ ഇരിക്കുന്നത്.
അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സുർബിയൻ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പേര് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. പെരുന്നാൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മന്തി, കബ്സ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ബീഫ് ഹനീത്താണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതൊരു യമനി അറേബ്യൻ റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക തരം മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു മസാലക്കൂട്ട് ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 8 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് ക്യുമിൻ സീഡ്. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. 6 ചേരുവകൾ അടങ്ങിയതാണ് ഈ ഒരു മസാലക്കൂട്ട്. ഇപ്പം 4 ചേരുവ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ ഒരു 6 ചേരുവകൾ. ഇനി ഇതുകൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല മാത്രമാണ് നമ്മൾ ബീഫ് ഹനീത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ 1/2 കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ബീഫ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്ന റൈസിന് പാകത്തിനാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുത്തത്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലാവില്ലേ എന്ന്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ബീഫ് വേവിച്ചതിന് ശേഷം ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തത്. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബസുമതി റൈസ് അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ബസുമതി റൈസ് എടുക്കുമ്പോൾ വൈറ്റ് സെല്ലാർ റൈസ് തന്നെ എടുക്കണം. മന്തി ഉണ്ടാക്കുന്ന ഗോൾഡൻ സെല്ലാർ റൈസ് എടുക്കരുത്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു വെളുത്ത നിറത്തിലുള്ള ബസുമതി റൈസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇത് അരമണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്തതാണ്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ എത്ര കണ്ടിട്ടാണോ ഈ ഒരു റൈസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മസാലക്കൂട്ടും കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്. സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1-2 സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ഏലക്കായ, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാള നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് റൈസിൽ കാണാൻ പാടില്ല, നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 തക്കാളി കൂടി ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ചോപ്പർ കയ്യിലില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് വരെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതൊന്ന് യോജിപ്പിക്കാം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് നോക്കാം. ബീഫ് ഇവിടെ 4 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫ് മുഴുവനായിട്ടും ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ബീഫ് വേവിച്ച ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തത്. ഇത് 500 ഗ്രാമിൻ്റെ കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ റൈസ് നമ്മൾ കുതിർത്തിയെടുത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ 1.25 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുത്ത ആ ഒരു വെള്ളമുണ്ടല്ലോ, അത് ആദ്യം ഈ ഒരു കപ്പിന് അളന്നൊഴിക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബീഫിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 കപ്പാണ് ഉള്ളത്. കൂടെ തന്നെ ഞാൻ 1 കപ്പ് സാധാരണ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ റൈസ് കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ 2 കപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി കുതിർക്കാതെയാണ് ബസ്മതി റൈസ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ബീഫിൽ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇതിലിപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര കണ്ടിട്ട് അരി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മസാലക്കൂട്ടിൻ്റെ അളവും കൂട്ടി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് തിളച്ച് ഈ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മളിത് അടച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പതിയെ മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം കുതിർത്തി വെച്ച ബസ്മതി റൈസാണ്, പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ അരിയിട്ടിട്ട് വെള്ളമൊക്കെ തിളച്ച് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലവണ്ണം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ ഒരു ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് റൈസ് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്, ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ 1-2 തവണ ഞാൻ റൈസും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈസും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ളൊരു റൈസ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. ഇത് ചിക്കൻ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ യമനി അറേബ്യൻ റൈസ് റെസിപ്പിയായ ബീഫ് ഹനീത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് ഹനീത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പെരുന്നാളിന് ഉണ്ടാക്കി നോക്കുന്നവർ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരെ 4ാമത്തെ റെസിപ്പിയിലോട്ട് പോകാം. 4ാമതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ബീഫ് കബ്സയാണ്. ഇതും ഞാൻ ബീഫ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പകരം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കബ്സയ്ക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പ്രഷർ കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അറബിക് റൈസ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ ഒഴിവാക്കണം. സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല. പൊതുവേ അറബിക് റൈസ് റെസിപ്പികൾ സ്പൈസി ആയിരിക്കില്ല. പക്ഷേ ഞാൻ ചെറുതായിട്ടൊരു സ്പൈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 4 ഏലക്കായയും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3-4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, ചതക്കാത്ത കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കബ്സ മസാല എന്ന് പറഞ്ഞാൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഹോം മെയ്ഡായിട്ടുള്ള അറബിക് മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് അറബിക് മസാല വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 മാഗി ക്യൂബ് കൂടി ചേർക്കുന്നുണ്ട്. ബീഫിൻ്റെ മാഗി ക്യൂബ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫിൻ്റെ മാഗി ക്യൂബ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിക്കൻ മാഗി ക്യൂബും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ ഞാനിവിടെ ഒരു 3 ടൊമാറ്റോ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ടൊമാറ്റോ പ്യൂരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞാനിവിടെ കബ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഈ ബീഫിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മസാല കുറച്ച് സ്പൈസിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല, ഒരു 75% വെന്ത് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് തന്നെയാണ് റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ആ ടൈമിൽ 2 വിസിലെടുക്കും. അപ്പോഴേക്കും ബീഫ് നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. നമ്മൾ മന്തി, കബ്സ, മജ്ബൂസ് ഇതിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന സലാറ്റ ഹരയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. അതേസമയം റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബസുമതിയുടെ വൈറ്റ് സെല്ല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചതാണ്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ പ്രഷർ കുക്കർ 4 വിസിലിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം 1/4 ഭാഗം വേവായിട്ടിട്ട് കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിന് 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഈ മസാലയിൽ 1 കപ്പ് വെള്ളമുണ്ട്. അതിൻ്റെ ബാക്കി 2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു ഡ്രൈ ലെമണും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എത്ര കണ്ട് അരി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടി കൊടുക്കാം. 1 കപ്പ് ബസുമതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ബീഫും നന്നായിട്ട് വെന്ത് കിട്ടും, റൈസും നന്നായി വെന്ത് കിട്ടും. 2 വിസിൽ വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ എയറൊക്കെ കളഞ്ഞിട്ട് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യണം, ഇല്ലെങ്കിൽ നന്നായിട്ട് കുക്കായി പോവും. 2 വിസിലിന് ശേഷം എയറൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ചൂടോടെ കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അധികം തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊരു ചൂടുപാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള കബ്സ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് കബ്സയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് 5ാമത്തെ റെസിപ്പിയിലോട്ട് പോകാം. 5ാമതായി ഉണ്ടാക്കിയെടുക്കുന്നത് അറേബ്യൻ റൈസ് റെസിപ്പിയായ ബീഫ് മദ്ഹൂത്താണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമ്മൾ സാധാരണ അറേബ്യൻ റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിലും
ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മധുഹൂത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയായിരുന്നു. ഇത് ബീഫിന് പകരമായിട്ട് നമുക്ക് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഞാനിന്ന് ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റേഷൻ റൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഈ മധുഹൂത്തിലേക്ക് മസ്റ്റാണ്. അതുപോലെ ക്യാപ്സിക്കവും കൂടി വേണം. ഒരു ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇതിലോട്ട് ഞാനൊരു 5-6 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി പേസ്റ്റാണ്. ഞാനിവിടെ 3 പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. പിന്നെ ഒരു 750 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. ഞാനിവിടെ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് പറിച്ച മല്ലിയില തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കണം. കാരണം നമ്മൾ റൈസും മസാലയും ഒരേ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ പ്രഷർ കുക്കറാണ് എടുത്തത്. കാരണം ബീഫായതുകൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിൽ മാത്രമേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ചെറിയ കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പു, അതുപോലെ ഒരു 3-4 ഏലക്കായ, പിന്നെ 1 ടീസ്പൂണ് ചതക്കാത്ത കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക. ബേ ലീഫ് ഉണ്ടെങ്കിൽ 2 ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ കളറായി വരണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 തുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു 4-5 പച്ചമുളകുമാണ് എടുക്കേണ്ടത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. സാധാരണയായിട്ട് ഇതിൽ പച്ചമുളക് ചേർക്കാറില്ല. ഇനി എല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ കളറായി വരണം. അതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കണ്ടല്ലോ, ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതിനുശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ, തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മന്തി മസാല ഹോം മെയ്ഡാണ്. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ മസാലപ്പൊടികളും ഞാൻ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ 2-3 മാസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 1.5 ടീസ്പൂൺ വരെ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴായിരിക്കും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ മസാലയൊക്കെ കുക്കായതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം
ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അതേസമയം ഇതിലേക്കുള്ള റൈസ് ഞാൻ 1 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, നല്ല അടിപൊളി റേഷൻ അരിയാണ്. 1 മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്തിയെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കണം. മസാല വേകുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കാം. ഇത് ബസുമതി റൈസ് പോലെ തന്നെയാണ്, നല്ല നീളമുള്ള അരി തന്നെയാണ്. അതുകൊണ്ട് ബസുമതി റൈസാണെന്ന് തന്നെ തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് കുക്കായതിന് ശേഷം ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ബീഫൊക്കെ ഇപ്പോൾ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ റൈസൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 3 വിസിൽ വരുമ്പോൾ നന്നായിട്ട് ബീഫൊക്കെ വെന്തോളൂ. അപ്പോൾ ഈ മസാലക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പ് തന്നെയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയും റൈസൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലോട്ടൊരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ അറബിക് റൈസിലൊക്കെ നമ്മൾ ഡ്രൈ ലെമൺ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു കപ്പിനാണ് റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ ബസുമതി റൈസിനാണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഇത് റേഷൻ അരിയാണല്ലോ, അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം റൈസൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കുക്കായി പോവും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തല്ലോ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടച്ച് വെക്കരുത്. ഇത് ഓപ്പണാക്കി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ അടച്ച് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ തിളച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം എയർ കളയരുത്, കളയാതെ തന്നെ വെക്കുക. ശരിക്ക് എയർ പോയതിന് ശേഷം മാത്രം നമ്മൾ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ബസ്മതി റൈസ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കുക്കാവാനുണ്ട്. അതുകൊണ്ടാണ് എയർ പോയതിന് ശേഷം മാത്രം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ പ്രഷർ കുക്കർ അടച്ച് വെക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 3 വിസിൽ മാത്രം വന്നാൽ മതി. റേഷൻ അരിക്ക് അധികം വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും. അതിനുശേഷം പൂർണ്ണമായിട്ടും എയർ പോയതിന് ശേഷം നമുക്കിത് ഓപ്പണാക്കി നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബസുമതി റൈസ് പോലെ തന്നെയാണ്, ഏകദേശം നല്ല നീളമുള്ള റൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് മദ്ഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പെരുന്നാളിന് നിങ്ങൾക്ക് ഈ ഒരു റേഷൻ അരിക്ക് പകരം ബസുമതി റൈസും ഉപയോഗിക്കാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് റേഷൻ അരി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.
ഇനി നമുക്ക് അവസാനത്തെ റൈസ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആറാമതായിട്ടും അവസാനമായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അറബിക് റൈസ് റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ മക്ലൂബയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണിത്. കബ്സ, മജ്ബൂസ്, കുഴിമന്തി ഇതൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് ഈ ചിക്കൻ മക്ലൂബയും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൂടാതെ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് കബ്സ, മജ്ബൂസ് ഇതിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റാണ് ഈ ചിക്കൻ മക്ലൂബ എന്നാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മക്ലൂബ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം, 2 പൊട്ടാറ്റോ, 2 ക്യാരറ്റ്, അതുപോലെ 2 സവാള. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുത്തതിന് ശേഷം അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 3 ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഏലക്കായ, അതുപോലെ 3-4 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം വലിയ പാത്രം എടുക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെയാണ് നമ്മൾ മസാലയും റൈസും തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പാത്രം എടുക്കണമെന്ന് പറയുന്നത്. ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളകും 1 തുടം വെളുത്തുള്ളിയും മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് അറബിക് റൈസിൽ ഒട്ടും തന്നെ എരിവുണ്ടാവില്ല. പക്ഷേ നമ്മൾ മലയാളികൾക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. 2 ടീസ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി പൗഡർ ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ടതില്ല. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് ഈ മസാലയും ചിക്കനൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ മാഗി ക്യൂബ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ചിക്കൻ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലോട്ട് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചിക്കനും അതുപോലെ മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒരു 1-2 മിനിറ്റ് യോജിപ്പിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിലാണ് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഇതിലോട്ട് കുറച്ചല്ല തക്കാളി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ളതിനേക്കാൾ 1/2 കപ്പ് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളൊരു 5 മിനിറ്റ് ഇത് തിളച്ചതിന് ശേഷം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ മാത്രമേ റൈസ് ചേർക്കുള്ളൂ. അപ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം കൂടുതലായിട്ട് ചേർക്കണമെന്ന് പറയുന്നത്. ഞാനിവിടെ 6.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതേ സമയം 1 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ച ബസ്മതിയുടെ വൈറ്റ് സെല്ല റൈസ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റോളം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ചിക്കൻ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലോട്ടാണ് റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ മുഴുവനും നമുക്ക് ഇതിൽ നിന്നും കോരിയെടുക്കാം. മസാലയോട് കൂടി കോരരുത്, വെറും ചിക്കൻ മാത്രം കോരിയെടുക്കുക. അതിനുശേഷം ഈ തിളക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്യാമറ ഓഫായി പോയത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാന് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അറബിക് റൈസൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ എടുക്കരുത്, അപ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ പൊട്ടാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു വശം നന്നായിട്ട് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 വശവും ഒരു ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതേ സമയത്ത് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും അത് കുക്കായിക്കോളും. കാരണം നമ്മൾ 1 മണിക്കൂർ നേരം അത് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പൊട്ടാറ്റോ ഇവിടെ ഒരു വശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ശേഷം 2 വശവും ഇതുപോലെ കുക്കായി വരുമ്പോൾ ഓയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഇനി ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസും അതുപോലെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ചേർത്തിട്ട് റൈസ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തതായിരുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം.
അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ സവാള കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതുകൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇരുവശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ മസാലപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. റൈസ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു കടായിലോട്ടാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചിക്കനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടിയിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിരത്തി കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, തക്കാളി, അതുപോലെ പൊട്ടാറ്റോ, ഇതൊക്കെ ഇതുപോലെ അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ തന്നെ ചിക്കൻ വെക്കുന്നെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെക്കുന്നില്ല, റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കമിഴ്ത്തി എടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കന് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയായിട്ട് കമിഴ്ത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചിക്കന് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് ഇതുപോലെ നിരത്തി കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ക്യാപ്സിക്കവും അതുപോലെ പൊട്ടാറ്റോ, ടൊമാറ്റോ, ക്യാരറ്റ്, ഒനിയൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഒരു പകുതി കണക്കിന് റൈസ് ഇട്ട് കൊടുത്താൽ മതി. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. കരിഞ്ഞ് പോവരുത്, ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കമഴ്ത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെർവ് ചെയ്യുന്ന പ്ലേറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കമഴ്ത്തിയെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്, എന്നാൽ നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇതുപോലെ ഒന്ന് മെല്ലെ കമഴ്ത്തിയെടുത്താൽ മതി. ഞാൻ അടിയിലായിട്ടൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുഴിയുള്ള പാത്രമായതുകൊണ്ട് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് അതുപോലെ വെച്ചത്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കമഴ്ത്തിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സും 1 ടീസ്പൂണ് ഗീയിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി നമ്മൾ ചോറ് കഴിക്കുന്ന ടൈമിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്ലൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ 6 തരം അറേബ്യൻ റൈസ് റെസിപ്പികളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.